അപ്പോൾ കേസ് ഇപ്പോൾ നമ്മളിപ്പോൾ മാലിയിലുള്ള പിന്നെ ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അതിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു വില്ലന്മാരെ ഒരു സ്റ്റേഡിയം പോലെ കാണും, അറിയാം. ഫുള്ളായിട്ട് അത്രയും ഒരു പഴയ ലുക്കിലാണ് കാണുന്നത്. പാർക്കിങ്ങിൽ വണ്ടികളൊക്കെ കുറവാട്ടോ, നോക്കിയിട്ട് കാര്യമില്ല. പറക്കനുണ്ടല്ലോ 10-30 എല്ലാവരും അത്യാവശ്യം പഴക്കമുണ്ട്. പഴയ പാർക്കിംഗ് ആണ്, കണ്ടാൽ തന്നെ അറിയാം. എന്നാൽ അതിൻ്റെ സെറ്റപ്പ് ഒന്നൊന്നര സെറ്റപ്പാട്ടാ. ഇപ്പം നടക്കണ വെച്ചാൽ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ വേറൊരാളില്ല. ഹായ്. അപ്പോൾ ഇതാണ് അപ്പോൾ ഞങ്ങളെ അവസ്ഥ. ഞങ്ങൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ, വിശാലമായി നടക്കുമ്പോൾ എന്താ രസമല്ല. ഇതിൽ കൂടെ നടക്കുമ്പോൾ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അങ്ങോട്ടൊക്കെ നല്ല ഏരിയ ഉണ്ട്. ഫുള്ളായിട്ട് പാർക്കിംഗ് ആണ്. സിറ്റിയിൽ വന്നിട്ട് ഇനി പാർക്കിംഗ് സ്ഥലം ചെയ്യാൻ ആരും പറഞ്ഞ് പോകാൻ നിൽക്കണ്ട. ഇവിടെ ഇതിനുള്ളിൽ വരിക, നേരെ പാർക്ക് ചെയ്യുക. പക്ഷെ ഇത് പുറത്തൊന്നും കാണില്ല. ഇനി ഇതിന് പുറത്ത് കിടക്കുമ്പോൾ ഇനി പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരുമെന്ന് അറിയില്ല കേട്ടോ. ചിലപ്പോൾ ഉണ്ടാവും, എത്രയെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ പോകണേ ഇതിൻ്റെ എക്സിറ്റ് എവിടെ നിന്ന് അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വന്ന സ്ഥലം വേറെയാണ്, അപ്പുറത്താണ്, ബാക്കിലാണ്. ഇനിയിപ്പോൾ എക്സിറ്റ് എവിടെ നോക്കട്ടെ. ഇവിടെ എക്സിറ്റ് ടീം ഇവിടെ ഒക്കെ നല്ല ഇട്ടാട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, മതിലിൻ്റെ സ്റ്റൈൽ തന്നെ. പാറ കണ്ട് കൊത്തുപണി എടുത്ത പോലെ ഉണ്ടല്ലേ. സംഭവം പാറല്ല കേട്ടോ, ഇത് കോൺക്രീറ്റ് ആണ്. അപ്പോൾ അതിങ്ങനെ കൊത്തുപണി എടുത്തിട്ട് സ്റ്റൈൽ അതേപോലെ ആക്കി വെച്ചതാണ്. പഴയ കാലത്തെ ഡിസൈനാണ് ഇതൊക്കെ. അന്ന് കൊത്തി 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 ഉണ്ടാക്കി ഇപ്പോൾ തട്ടിയാൽ തന്നെ ആള് മുറിയാവും. അപ്പോൾ കേസ് അപ്പോൾ നമ്മളിതങ്ങനെ പാസ് ചെയ്ത് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡൽഹി ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഡൽഹി തപ്പിയാണ്ട് ആരും പോകാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ ഡൽഹിയൊക്കെ പോകേണ്ടവർ ഇങ്ങോട്ട് വന്നാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ വെറുതെ ഇടങ്ങറായിട്ട് കുറേ ട്രെയിനൊന്നും പിടിച്ച് പോകാൻ നിൽക്കണ്ട. ഇവിടെ ഉണ്ട് സംഭവം, ഇവിടെ ഉണ്ട്. ഡൽഹി റെസ്റ്റോറൻ്റാണ്. ഇത് എന്താണെന്നറിയില്ല. ഡൽഹി റെസ്റ്റോറൻ്റ് എന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. നമ്മൾ നല്ല പിക്ചറുകളൊക്കെ കാണുന്നുണ്ട്. ഇത് ഇവിടുത്തെ VIP ഏരിയ ആണ്. പിന്നെ കസാലകളൊക്കെ കണ്ടില്ലേ, നല്ല ഡിസൈൻ, നല്ല അടിപൊളിയാക്കിയിട്ടുള്ള കസാലകളൊക്കെ വെച്ചിട്ടുണ്ട്. കസ്റ്റമറൊക്കെ ഇനി വരുന്ന ടൈം ആവണുള്ളൂ. പിന്നെ ഇവിടെ നല്ല അടിപൊളി ഒരു കൂളറുണ്ട്. കൂളറിൻ്റെ ഒക്കെ ഷേപ്പ് തന്നെ കണ്ടില്ല, മറ്റേ ഫ്ലൈറ്റിൻ്റെ ഇതുപോലെ ഉണ്ട്, എൻജിന് പോലെ ഉണ്ട് കണ്ടാൽ. സാധനം സെറ്റപ്പാണ്. നമ്മളെ കുവൈത്തിൻ്റെ ഫ്ലാഗുകളതാ പാറി പറക്കണ്. അപ്പോൾ ഇതൊക്കെ ഇതാ അവിടെ കുവൈറ്റുകളൊക്കെ അറബികളൊക്കെ വരുന്ന ഏരിയയാണ്, VIPs വരുന്ന ഏരിയയാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ല, ഇതിലൊക്കെ നല്ല സെറ്റപ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. കേരളീയൻ്റെ ഇത് ഷോപ്പിംഗ് കോംപ്ലക്സ് ആട്ടോ. ഇതിൽ എന്തൊക്കെയുള്ളത് നമുക്കറിയില്ല. അതിന് ഉള്ളിലേക്ക് കയറി നോക്കിയാലേ അറിയുള്ളൂ. ഒക്കെ എല്ലാം VIP സെറ്റപ്പ് തന്നെയാണ്. ഇവിടെ എൻ്റെ ആൾക്കാർ ഇത് നമ്മളെ സ്നേഹിതന ഇപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഇൻറ്റീരിയർ അടിപൊളിയാണ്. കാരണം അതിമേലാണ് ഇപ്പോൾ ഇതിൻ്റെ ഭംഗി മൊത്തം. ഇത് കണ്ടില്ലേ, പിന്നെ ടെക്സ്റ്റൈൽസിൻ്റെ പരസ്യമാണ്. ഒരു സ്കൂട്ടി മോഡലിൽ ഒരു പെട്ടി ബോക്സുകളൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണ്, ഒറിജിനൽ ഇതല്ല. പിന്നെ അതേപോലെ റോളക്സിൻ്റെ ഷോപ്പാണിത്. അപ്പോൾ ഇവിടെ റോളക്സിൻ്റെ വാച്ച് കുറച്ച് ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വില കേട്ടാൽ നിങ്ങൾ നെട്ടും. കാരണം ഇവിടുത്തെ 15,000-ന് മേലെ ദിനാറ് വരുന്ന വാച്ചുകളൊക്കെ ഇപ്പോൾ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അതായത് നാട്ടിൽ 50 ലക്ഷം റുപ്യോളം വരുന്നുണ്ട്, മുകൾക്ക് എത്തും എന്തായാലും. പിന്നെ അതേപോലെ ചെറിയ റിങ് തന്നെ ഉണ്ട്. റിങ് തന്നെ വരുന്നത് റിങ്ങുകൾ കമ്മലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ തന്നെ 1850 ദിനാറ് ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടൊന്നിന് കണ്ട്. അപ്പോൾ അതന്നെ 5-6 ലക്ഷം റുപ്യന് മേലായില്ലേ. ഇപ്പോൾ കേസ് അപ്പോൾ നമ്മൾ മൊയ്തീനോട് എത്തിയിട്ടുണ്ട്. മൊയ്തീൻ്റെ വക എല്ലാവർക്കും ചോക്ലേറ്റ് ഇതാ വിതരണം ചെയ്യുന്നുണ്ട്.
കഴിക്കട കഴിക്ക് വീഡിയോ വലിക്കേ എന്താ കാട്ടണേ ഇതട്ടെ സാധനം ചോക്ലേറ്റ് പപ്പടക്കോല് നമ്മുടെ നാട്ടിലെ കുട്ടികളെ കഴിക്കുന്ന സാധനം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്താ വർക്ക് കഴിഞ്ഞോ സാറല്ല പണിയല്ല എനിക്ക് വെറുതെ പറയാണ് ഇത് മെയിനാണ് ഇവിടുത്തെ മെയിൻ മുതലാളിയാണ് കോയത്തിന്റെ വലങ്കായാണ് വള്ള ഈ വന്നിട്ട് ഞങ്ങൾ അന്നെ കൊണ്ട് ചെലവഴിപ്പിച്ചിട്ടാ അപ്പൊ ഇന്ന് മൊയ്തീൻ്റെ വക ജ്യൂസ് ഉണ്ട് അപ്പൊ ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വന്നാണ് ഷോപ്പൊക്കെ എടാ ഫ്രഷ് ജ്യൂസ് വാങ്ങടാ വെള്ളം ചേർക്കാത്തേ ഇട്ടാ മൊയ്തീന വെള്ളം ചേർക്കാത്ത ഉണ്ടോ നോക്കാം അതെന്താ പൊരുത്തെന്താ കോയിക്ക ഞങ്ങളടുത്ത് കോയി തന്നെ കൊറേ കാലമായി പൊരുത്തത്ത് എഴുതിട്ട് ഇനിയിപ്പോ ഈ പൊരുത്തുണ്ടോ ചെക്കന്മാരൊക്കെ ജ്യൂസൊക്കെ വാങ്ങി തരുന്നുണ്ട് ഇന്നിപ്പോ നമ്മള് കുടിക്കാതെ പോയാലും മോശമല്ല എന്തെങ്കിലും വാങ്ങട്ടെ അത് വാങ്ങണം നമ്മള് കാത്തു നിൽക്കുന്നുണ്ട് നോക്കട്ടെ അവരിപ്പോ നോക്കി നിൽക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട് എന്താ അവസ്ഥ കാണാം എടാ എൻ്റെ ചായക്ക് കാത്തൊക്കെ ആ ഫുള്ള് ഇന്ത്യൻസ് എന്താണ് ഇന്ത്യൻ ടൗണ് ആന്ധ്ര ടൗണ് കേരള नहीं है कुल्लू आंध्र है वो बांग्लादेश आदमी है ജ്യൂസ് പേരക്കൻ്റെ ജ്യൂസാണ് ഹസ്ബൻഡ് എന്നാ അടുത്ത കഴിക്കടാ അവിടുന്ന് ജ്യൂസ് കുടിച്ചാണ് നേരം കണ്ട് ബസ് സ്റ്റാൻഡിന് അങ്ങോട്ട് വന്നതാണ് ഇപ്പോൾ ബസ്സുകളൊക്കെ പോണ് ഇപ്പോൾ ബസ് 3-4 ടൈപ്പ് കളറിലൊക്കെ ഉള്ളുണ്ട് ചുവപ്പ് മഞ്ഞ നീല ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ സ്വിമ്മിങ് പൂൾ ഉണ്ടല്ലോ പക്ഷെ ഇത് കുളിക്കണമല്ല കേട്ടോ ഇത് വെറും ഒരു ഡിസ്പ്ലേ ഒക്കെ വെച്ചതാണ് ഇത് കാണാനൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അപ്പുറത്ത് വലിയ റെസ്റ്റോറൻറ്റുകളൊക്കെ വരുന്നുണ്ട് VIP അപ്പോൾ അതേക്കും വേണ്ടിയിട്ടുണ്ട് വലിയ ഡിസ്പ്ലേ വെച്ചാണ് പിന്നെ കടലാസും പൂവൊക്കെ പൂട്ട് തുടങ്ങിയിട്ടുണ്ട് കാലാവസ്ഥ മാറി തുടങ്ങിയില്ലേ അപ്പോൾ ഇനി അതൊക്കെ വരൽ തുടങ്ങിയിട്ടുണ്ട് ഈ ടൗണ് ഞാൻ ഇന്നത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്ര ആളില്ലായിരുന്നു രാവിലെ ആയതുകൊണ്ട് ഇപ്പോൾ കണ്ടില്ലേ ഇവിടുത്തെ ജനങ്ങൾ എത്ര ജനങ്ങളാണ് അധികം 30% ഇന്ത്യക്കാർ തന്നെയാണ് അതാണ് ഇന്ത്യൻ ടൗൺ എന്ന് എല്ലാവരും പറയണത് ഇങ്ങോട്ട് അപ്പോൾ കേസ് അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നല്ല ലൈം ജ്യൂസ് എടുക്കാൻ വന്നതാണ് അണ്ണൻ്റെ വക ലൈം ജ്യൂസ് ഉണ്ട് 2 വിത്തൗട്ട് ഷുഗർ 1 സാൾട്ട് അല്ല കട എന്താ പറയണേ ഇവിടെ ഇരിക്കുക അവിടെ ഇരിക്കല ഇരിക്കല്ല അവിടുന്ന് വാങ്ങിക്കോ കുപ്പിട്ട് വാങ്ങിക്കോ നല്ല അടിപൊളി മധുരമില്ലാത്ത ഉപ്പിട്ട വെള്ളമാണ് എന്താ ടേസ്റ്റ് അറിയാം അതാണ് കുടിച്ച എനർജിയാണ് കൂടും അല്ല ഉഷാറിയാതെ ഉഷാറാവും അപ്പൊ കൂട്ടുകറി നല്ല എന്താ ഒഴിഞ്ഞ പടം ഉണ്ട് ചട്നിയുണ്ട് നേരെ കുത്തുക കഴിക്കുക
ഇപ്പം രാത്രി കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മളെ ഫസീർ റഹ്മാൻ ഉണ്ട്, പിന്നെ എൻ്റെ അപ്പുറത്ത് റാഷിയുണ്ട്, പിന്നെ ആരൊക്കെ ഉള്ളത്, മൊയ്തീനുണ്ട്, എല്ലാവരും ഉണ്ട് ഇതിൽ. ഇതൊക്കെ അവരെ ഗേൾ ഫ്രണ്ട് കേട്ടോ. കാരണം അവരൊക്കെ പല ഇന്റർനാഷണൽ ഗേൾ ഫ്രണ്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ്. ഫസലിന്റെ ഗേൾ ഫ്രണ്ട് ഇപ്പൊ ഏതാണെന്ന് അറിയില്ല. ഇപ്പൊ നീ തപ്പി പിടിക്കേണ്ടി വരുമോ? വാടാ അവിടെ നിന്ന് എടുക്കാം. അപ്പൊ നമ്മളെ വീട്ടിലേക്ക് പോവാണ്. ബസ്സിലൊക്കെ ഏതാ ഇരുന്ന് കുറെ നേരം ഇരുന്ന് തുടങ്ങിയിട്ട് 2 ആൾക്കാർ അവിടെ ഉണ്ടല്ലോ. ഇവിടെ നാട്ടിൽ പോകാൻ പറ്റുള്ളൂ കേട്ടോ. സങ്കടമുണ്ട്, കണ്ണീരൊക്കെ വലിക്കുന്നുണ്ട്. നല്ല ഫുള്ള് ട്രാഫിക്കാണ്. അപ്പൊ കുറെ നേരം ഞങ്ങൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് ബസ്സിൽ തിരക്കാണ്. റോഡുമ്മ ബ്ലോക്ക് ഇനിയിപ്പോ നമ്മൾ ആക്കേണ്ടി വരും തോന്നുന്നു. ബ്ലോക്കില്ല. നമ്മളിനി ഗവൺമെന്റ് ബസ്സിൽ പോകണം, KSRTC പോകുന്നു. ഇവിടുത്തെ KSRTC ആണ്. സാധനം നേരെയാണ്. ഫ്ലൈറ്റിൽ പോണ പവറുണ്ട് കണ്ടാ. നാട്ടിലൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന പറഞ്ഞൊക്കെ ഉണ്ട്, ഫ്ലൈറ്റിൽ പോണ പോലെയാണ്. പിന്നെ കുറെ സാധനമൊക്കെ ഉണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നല്ല അൽമീനിന്റെ കോഫി. ഇപ്പൊ ഞങ്ങള് വന്നിട്ട് നേരെ ഫർവാനിയ മാർക്കറ്റിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒക്കെ ഇവിടെ കയറുമ്പോൾ തന്നെ ജ്വല്ലറി ഷോപ്പിന്റെ ഒക്കെ അടുത്താണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ലുലുവിൻ്റെ ഇതാട്ടോ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ പള്ളി കാര്യങ്ങൾ ഇതാണ് ഫർവാനിയ ഏരിയ. ഇപ്പോൾ കുവൈത്തിലുള്ളവർക്കൊക്കെ മനസ്സിലാവും, പിന്നെ പുറത്തുള്ളവർക്ക് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. ഇവിടെ ചായ ഉണ്ട്. ചായ വേണോ? ചായ അപ്പം കറക്കിൻ്റെ മുന്നിലപ്പോൾ ഉള്ളത്. ഇവിടുന്ന് ചായ പറയണം. ചായ ഇവിടുന്ന് ചായ കുടിക്കുകയാണ്. പിന്നെ കുറേ പുതുമുഖങ്ങൾ വരാനുണ്ട്. അപ്പോൾ ഞാനത് അടുത്ത വീഡിയോ കാണിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത വീഡിയോ കാണാൻ ആരും മറക്കരുത്.